ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൽ നല്ലൊരു ടിപ്സ് ഉണ്ട്. നല്ലൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ മുടി കറക്കാനുള്ളതാണ്. അപ്പം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നല്ല റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മുടി കറക്കാൻ വേണ്ടി ഞാൻ ഇട്ടേക്ക് തന്നെ എല്ലാവരും നോക്കണം. അപ്പം അതിന് മുമ്പ് ഒരു കുഞ്ഞു വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞിക്ക പെണ്ണിൻ്റെ ചോറൂണായിരുന്നു ഇന്ന്. അപ്പം അതും ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ രാവിലെ പോയേക്കുമായിരുന്നു അമ്പലത്തിൽ പോയി. അതെല്ലാം കഴിഞ്ഞേച്ച് വന്നാണ്. മഴയെന്ന് പറഞ്ഞ് തോരാത്ത മഴ കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോയതും തിരിച്ചു വന്നതും എല്ലാം മഴ തന്നെയാണ്. അപ്പം ഞാൻ മാത്രമേ പോയുള്ളായിരുന്നു കേട്ടോ. ഞാൻ പോയിട്ട് വന്ന് എല്ലാം കഴിഞ്ഞുള്ളതാണ്. അപ്പോൾ ആ കുഞ്ഞിക്കാ ബാവയുടെ ചോറൂണും പിന്നെ മുടി കറക്കാനുള്ള നല്ല അടിപൊളി ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്നാന്നൊക്കെയുള്ളത് വീഡിയോയിലൂടെ കാണാം. കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം. അപ്പം ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുടി കറക്കുന്നതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് മുടി കറക്കുന്നത്. അതെല്ലാം റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി വേരോടെ കറക്കുന്നതാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മളിത് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ തുടങ്ങും. അപ്പോൾ അത് ആരും ഉപയോഗിച്ച് നോക്കാതിരിക്കല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ എല്ലാവരുടെയും മുടി നരക്കില്ല കേട്ടോ. ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കൊച്ചു പിള്ളേർ തൊട്ടേ മുടി നരച്ചവരുണ്ട്. ഇതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇച്ചിരി റിസൾട്ട് കിട്ടുന്ന ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കി. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് നേരത്തെ ഞാൻ ഉണ്ടാക്കിയതിനേക്കാൾ ഇച്ചിരി കൂടെ റിസൾട്ട് കൂടുതൽ കിട്ടുന്ന ഇതാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടും നമ്മളിങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് കൂടെ എത്തിക്കണ്ടേ. ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടെ അറിയണ്ടേ ഞാൻ ചെയ്യുന്നത് എന്നാന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലേക്ക് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നേരത്തേനേക്കാളും ഒന്നും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല 100% ഉറപ്പാണ്. ഇത് ഒരു ദിവസം 2 ദിവസമൊക്കെ തേച്ച് നിർത്തി വെച്ച് പോകരുത് കേട്ടോ. നിർത്താതെ നമ്മളുണ്ടല്ലോ കുറേ ദിവസം ചെയ്ത് നോക്കണം. എന്നാലേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം ചെയ്തേച്ച് പറയും അയ്യോ ഇത് ശരിയാകത്തില്ല എന്ന് പറയരുത്. ഇത് കുറേ ദിവസം അടുപ്പിച്ച് നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്ക്. നമ്മൾ തല തേച്ച് കഴിയുമ്പോൾ എണ്ണയില്ല, എണ്ണയാണ് കുളിക്കാൻ നേരം തലയിൽ ഇച്ചിരി എണ്ണ തേക്കും നമ്മൾ. അത് ഇച്ചിരി ഒരു അരമണിക്കൂർ മുന്നേ ഒന്ന് തേച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുഞ്ഞുവാവയുടെ ചോറൂണ് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മുടി കറുപ്പിക്കുന്ന ടിപ്സും കൂടെ കാണാം കേട്ടോ. എല്ലാവരും കിടന്ന് ബഹളമൊന്നും വെക്കരുത്. മുടി കറുപ്പിക്കുന്ന ടിപ്സ് എന്ന് പറഞ്ഞ് തമനെ കൊടുത്തേച്ച് പിന്നെ എന്നാണ് ഈ കുഞ്ഞിൻ്റെ ചോറൂണൊക്കെ ഒരു കുഞ്ഞു വാവയല്ലേ, അത് കാണാൻ രസമല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കണ്ടേച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആ കൂടെ നമ്മുടെ മുടി കറക്കുന്നതിന് ടിപ്സും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 വീഡിയോയും കൂടെ ഒന്നിച്ച് കാണാം കേട്ടോ. അപ്പം ഞാൻ രാവിലെ അമ്പലത്തിൽ വന്നേച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിട്ട് അമ്പലത്തിൽ വന്ന് തൊഴണം എന്നൊക്കെ വിചാരിച്ച് നേരത്തെ ഇരുന്നായിരുന്നു. അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ ചോറെടുപ്പും കൂടെ ആയതുകൊണ്ട് പിന്നെ അതും കൂടെ കൂടാമെന്ന് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇച്ചിരി കണ്ണനെയൊക്കെ വിട്ടതിന് ശേഷമാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തീറിയാൻ തൊഴുതേച്ചൊക്കെ ഇറങ്ങി. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു കിളിക്കാമ്പെട്ടി കുഞ്ഞാണ്. ആരെടുത്താലും ഒരു വഴക്കില്ല കേട്ടോ. ആ ചിരി കണ്ടാണ്ടല്ലോ നമുക്ക് എടുക്കാതെ പോകാൻ തോന്നത്തുമില്ല. അത്രയ്ക്കൊരു ചിരി, ഒരു പ്രത്യേക നമ്മളെ വശീകരിക്കുന്ന ഒരു ചിരിയാണ്. ഏത് മനുഷ്യർക്കും അതിനെ കണ്ടെടുക്കാതെ പോകാൻ തോന്നത്തില്ല. ആരെടുത്താലും കരയത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ നല്ല ഇതിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റതിൻ്റെ ആ ഒരു ഇതാണ് വിറയ്ക്കുന്ന ഉടുപ്പൊക്കെ മാറിയപ്പോഴത്തേക്ക്. അപ്പോൾ ചോറ് കൊടുക്കാനുള്ള സമയമൊക്കെ ആയി. ഇനി ചോറ് കൊടുക്കാനൊക്കെ തുടങ്ങുവാണ്. അച്ഛനെ ഇരുന്ന് കൊട്ടൊക്കെ നടക്കുക.
അത് ഉപ്പത്തെ പായസം ഇച്ചിരി ഇച്ചിരി മതി. അതൊക്കെ വെള്ളം കൊടുത്താൽ പിന്നെ മതി മതി മതി. അമ്മ കൊടുക്കും. പായസം തൊട്ട് വെച്ചാൽ മതി, ശകലം വെച്ചാൽ അതെല്ലാം എടുത്ത് കളഞ്ഞാൽ അത് ആദ്യമായിട്ടായണ്ടേ. നേരമായി സഹിക്കുന്നല്ലേ? കൈ തൊട്ടാൽ മതി മോളെ. ഇച്ചു കൊടുത്തില്ലേ? ഇച്ചു കൊടുക്കുന്നില്ലേ? ഞങ്ങളുടെ അടുത്ത മാസം കൊടുക്കാം. നമ്മുടെ നാളെ സമയത്ത് കുഞ്ഞിനെയും കൂടെ പിടിച്ചോണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ കറക്കുമ്പോൾ കരയും. ആ അങ്ങനെ പിടിച്ചോ. അല്ലല്ലേ ഈ വട്ടം കറക്കുമ്പോഴേ പതുക്കെ പോകുമ്പോൾ കുഞ്ഞ് പേടിക്കണ്ടല്ലോ. പതുക്കെ അങ്ങനെ അങ്ങനെ അല്ലു കരഞ്ഞായിരുന്നു ഇങ്ങനെ വട്ടം കറങ്ങിയപ്പോൾ. അതാ ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ശർക്കരയും കൊണ്ടായിരുന്നു രണ്ടുപേരും. സുമംഗലാമെ നോക്കി ചിരിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ചിരി അതിൻ്റെ കൂടപ്പുറത്ത. അപ്പം ചൊറുടുപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നു, വഴക്കുള്ള വെച്ച്. അപ്പോൾ അതിൻ്റെ എല്ലാം തുലാഭാരങ്ങളൊക്കെ കഴിഞ്ഞ് അതിനൊന്നും അങ്ങനെ കരഞ്ഞൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വലിയ വഴക്കുള്ള കുഞ്ഞൊന്നുമല്ല. എല്ലാവരുടെ അടുത്തും നല്ലൊരു ചിരിയും കളിയായിട്ടിരിക്കുന്നതാണ്. അതുപോലെ ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു ബഹളം വെക്കുന്നത്. അപ്പം ചോറ് കൊടുത്തപ്പോഴൊന്നും അങ്ങനെ വലിയ ബഹളമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് കരഞ്ഞൊക്കെ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ മഴ ഇതുവരെയും തുറന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇവരെ അമ്പലത്തിനകത്ത് കയറി ഈ തൊഴുവെല്ലാം ചെയ്ത് കുഞ്ഞിനെ കൊണ്ട് കയറി തൊഴുവൊക്കെ ചെയ്ത് വരും. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തുനിന്നുള്ള ചേച്ചിമാരും ഞങ്ങളും എല്ലാം ഇങ്ങനെ തിരിച്ചിങ്ങി പോകുന്നു കേട്ടോ. പോകുന്നത് നല്ല മഴയുണ്ടായിരുന്നു അന്നേരം.
പിന്നെ ഇങ്ങനെ പോകുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു കുഞ്ഞിൻ്റെ ചോറ് കൊടുപ്പിൻ്റെയും പിന്നെ തുലാഭാരത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ടിപ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഞാൻ ആ ഒരു തല തേക്കുന്ന പറഞ്ഞില്ലേ, തല തേക്കുന്ന ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല കറുപ്പായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഇങ്ങനെ തലയോട്ടിലോട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. നല്ല മുടിയുടെ വേരോട് കൂടി തന്നെ കറക്കുമെന്ന് പറയുന്നത് സത്യമാണ്. നമ്മുടെ മുടിയിൽ നമ്മൾ എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി ചുവട്ടിൽ നിന്നാണ് അത് വെളുപ്പ് തുടങ്ങുന്നത്. കറുപ്പല്ല കേട്ടോ, വെളുപ്പ് തുടങ്ങുന്നത്, വെളുത്ത് മുടി വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ തേക്കാന്നുണ്ടെങ്കിൽ ആ വെളുത്ത് വരുന്ന മുടിയും കറുത്ത് തന്നെ വരും. അപ്പോൾ ഇത് നരയൊക്കെ തുടക്കക്കാർക്ക് ഏറ്റവും പ്രയോജനമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ എണ്ണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാമെങ്കിൽ ഒരു മുടി പോലും വെളുക്കത്തില്ല, കറുത്ത് തന്നെ ഇരിക്കും. അപ്പം അങ്ങനെ ഇത് ഞാനും ഇപ്പോൾ കുറേ ദിവസങ്ങളായിക്കൊണ്ട് തേക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുടിക്ക് നല്ല കറുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഞാനിങ്ങനെ പറഞ്ഞു ഇതിൻ്റെ പോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വീഡിയോ പറയുന്നുണ്ട്. അതിനേക്കാൾ എനിക്ക് റിസൾട്ട് കിട്ടിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ചെയ്ത് തലയിലോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക്, അരമണിക്കൂറെങ്കിലും തല ഇരിക്കണം. ഇത് തേച്ച ഉടനെ തന്നെ തലമുടിയിൽ കഴുകിക്കളയൽ. ഒരു അരമണിക്കൂർ. ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വൈകുന്നേരം തലയിൽ നല്ലപോലെ ഇത് തേച്ച് കുളിയൊക്കെ അന്നേരം ഒരു അരമണിക്കൂർ ഇരുന്ന് കഴുകി കളഞ്ഞ് വെച്ച് നേരം വെളുത്ത് കുളിക്കുമ്പോഴത്തേക്ക് ഒരു ശകല ഷാമ്പു, ഒരു ഇച്ചിരി ഷാമ്പു എടുക്കുന്നുള്ളൂ കേട്ടോ. എടുത്ത് കപ്പിലെടുത്തേച്ച് വെള്ളം ഒഴിച്ച് കപ്പിനകത്തോട്ടാണ് ഈ ഷാമ്പു ഒഴിച്ച് ആ വെള്ളത്തിൽ നല്ലപോലെ കലക്കി വെച്ച് ഒത്തിരി കട്ടിയില്ലാത്ത രീതിയിൽ തലയൊന്ന് ഒത്തിരി എണ്ണ ഇങ്ങനെ ഉള്ളത് കഴുകിക്കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ താളി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ താളിയൊക്കെ നമുക്ക് രാവിലെ എണീറ്റ് ഉപയോഗിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഷാമ്പു ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല കറുത്ത ഇതായിട്ടുള്ള എണ്ണയാണ് കേട്ടോ. ആ എണ്ണ തലയിലോട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നല്ലപോലെ എന്നിട്ടൊന്ന് മസാജ് ചെയ്യുക. അരമണിക്കൂർ കഴിഞ്ഞ് തലമുടി നല്ലപോലെ ഒന്ന് നമ്മൾ സാധാരണ എണ്ണ തേച്ച് കുളിക്കുന്ന പോലെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു പരിപാടിയില്ല. ഇത് വലിയ കഷ്ടപ്പാടൊന്നും ഉള്ളതല്ല. നമ്മൾ എന്നാലും കുളിക്കുമ്പോൾ തലയിൽ ഇച്ചിരി എണ്ണ തേക്കണമല്ലോ. മിക്കവരും ഇങ്ങനെ തല എണ്ണ തേച്ച് കുളിക്കുന്നവരാണ്. അപ്പം ഈ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ തലയിലൊന്ന് തേച്ച് തലമുടി ഒന്ന് ഷാമ്പൂ ഒന്നും ഇടാതെ കഴുകുക. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് തലയിൽ ഇച്ചിരി ഷാമ്പൂ ഇട്ട് കഴുകിയാൽ മതി. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ പിന്നെ ശനി ഞായറൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഷാമ്പൂ ഇട്ട് കഴുകാതെ തലമുടിയെ തന്നെ അതിങ്ങനെ ഇരുന്നോട്ട് നിൽക്കുക. എന്നാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം പുരട്ടിയാൽ ഉറപ്പായിട്ട് ഇതിന് നല്ല റിസൾട്ട് കിട്ടും. നല്ല കറുപ്പാകും മുടി വേരോടുകൂടി കറക്കാൻ തുടങ്ങും. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ വീഡിയോയിലൂടെ കാണിക്കാവേ. ഈ എണ്ണ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇന്നാളൊരു എണ്ണ ഉണ്ടാക്കി അതുപോലെ തന്നെ അതിനകത്ത് ചേർത്തേക്കുന്നതല്ല ഇതിനകത്ത് ചേർത്തേക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ എണ്ണയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അലർജിയൊക്കെ ഉള്ളവർക്കുമൊക്കെ ഇത് നല്ല ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ തല ഇപ്പോൾ മുഴുവൻ പുരട്ടി കേട്ടോ. നല്ലപോലെ എണ്ണ പുരട്ടി വെച്ച് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ മുടി വളരാനുള്ളതും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിനി എണ്ണ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാമേ. അപ്പം ഞാൻ ചെയ്ത ആ ഒരു എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചു തരാമേ. ഞാൻ ഇതിനു മുമ്പ് കരിഞ്ചീരം വെച്ച് കാണിച്ചാൽ കേട്ടോ. സെയിം അതുപോലെ തന്നെയാണ്. പക്ഷേ ഇച്ചിരി മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. പൊടികൾ മാത്രം മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുക്കുന്നത് കുറച്ച് നമുക്ക് ആവശ്യമുള്ള എണ്ണ എടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്കത് ആഴ്ച ഉണ്ടാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. കുറേശ്ശെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ അത്രയും നല്ല. പക്ഷേ എനിക്കിത് എണ്ണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ എനിക്ക് നല്ലപോലെ എണ്ണ നല്ലപോലെ കറുത്ത് കിട്ടിയത്. അപ്പം നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഇത് വനശ്രീയുടെയാണ് ഞാൻ എടുക്കുന്നത്. നീലയാമരിയാണ് എടുക്കുന്നത്. അത് ചിലർക്ക് അലർജിയാണെന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ചിലപ്പോൾ അലർജി ഈ തലയിലല്ലാതെ ഇങ്ങനെ ഒത്തിരി നേരം തണുത്തൊക്കെ എടുത്ത് വെക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അലർജി വരുന്നത്. തീർന്ന് പൊടി അത് മുഴുവൻ ഇട്ടേക്കാം. പൊടി തീർന്നു. അത് ഇതുണ്ട്. ഞാൻ ഒത്തിരി പ്രാവശ്യം എടുത്തു കേട്ടോ. ഞാൻ ഇതുപോലെ ഹെന്ന ചെയ്യാനും എല്ലാം മുടി കറുപ്പിക്കാനും എല്ലാം ഞാൻ ആ ഒരു കവർ കുറേ പ്രാവശ്യം നിങ്ങൾ തന്നെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കുറേ പ്രാവശ്യമായിട്ടാണ് അത് എടുത്തത്. അങ്ങനെയാണ് അത് നമുക്ക് ഒത്തിരി പ്രാവശ്യത്തേക്കുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സ്വന്തം നെല്ലിക്കാപ്പൊടി. സ്വന്തം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ. കടയിൽ നിന്ന് മേടിച്ചത് തന്നെയാണ്. നെല്ലിക്കാപ്പൊടി മുടി വളരാനും മുടി കറക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് 2 എണ്ണം മാത്രം നല്ലപോലെ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇത് ഇച്ചിരിയുടെ എണ്ണ വേണമെങ്കിൽ അതിലേക്ക് ചേർക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത്ര എണ്ണ മതി, കുറച്ച് ഇരിപ്പുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഇതിനൊരുമാതിരി ഒരു പച്ച കളർ, ഒരുമാതിരി ചാണകപ്പച്ച കളറാണ്. ഇത് നല്ല കറുപ്പാകും 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കേട്ടോ. ഇത് ഡയറക്റ്റായിട്ട് ഇത് ചൂടാക്കി എടുക്കരുത്. ഇങ്ങനെ ഇതുപോലെ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. വലിയ പാത്രം എടുക്കണം കേട്ടോ. ചിലപ്പോൾ വെള്ളം അങ്ങോട്ട് ചൂടായി ഒന്ന് തിളയ്ക്കാൻ ചെയ്താൽ മറിഞ്ഞു പോകല്ലേ പാത്രം.
അപ്പം അങ്ങനെ എടുത്ത് നല്ലൊരു ഇതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഈ എണ്ണ ഇതിനകത്തിനും തിളക്കേണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളാണ്. നമുക്കിത് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കാം. നല്ല റിസൾട്ടാണ്. ഈ എണ്ണ നിങ്ങൾക്ക് ഞാനിപ്പോൾ ആ എണ്ണ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ട്. ഈ കളർ അല്ലായിരുന്നല്ലോ നിങ്ങളെ കാണിച്ചപ്പോൾ എണ്ണയ്ക്ക്. നല്ല കട്ട കറുപ്പായില്ലായിരുന്നോ? ആ എണ്ണയാണ് തലയിൽ തേക്കുന്നത്. ഇതിൻ്റെ മട്ടോട് കൂടി തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ എണ്ണ കുപ്പിയിൽ ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഈ പൊടി എല്ലാം കൂടെ അങ്ങ് അടിയും. പക്ഷേ ആ പൊടിയോടുകൂടി തേച്ച് കൊടുത്താലും നല്ലതാണ്. ഒരു അരമണിക്കൂർ മുന്നേ തേക്കുക. എന്നിട്ട് കുളിക്കാൻ തന്നെ നമ്മൾ സാധാരണ എണ്ണ തേക്കുന്നത് തന്നെയുള്ളൂ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഈ ഹെന്നയും അതും ഇതൊക്കെ ചെയ്ത് ചിലർക്ക് ഒത്തിരി നേരം നിൽക്കുമ്പോഴത്തേക്ക് ചെറിയ നീർവീഴ്ചയൊക്കെ വരുമല്ലോ തണുപ്പടിക്കുമ്പോഴത്തേക്ക്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇനി നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇടാം കേട്ടോ. ഞാൻ ഈ പനിക്കൂർക്കയുടെ ഇല ഇപ്പം ഞാൻ ഇതിനകത്ത് എല്ലാം ഇടാറുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പിന്നെ പനിയും കാര്യങ്ങളും ഒന്നും വരും. ചിലർക്ക് എണ്ണയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു തണുപ്പ് അതായത് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളൊക്കെ വരത്തില്ലേ, അതുപോലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് പനിക്കൂർക്കയുടെ ഇലയും കൂടെ അതിനകത്ത് ചേർക്കുന്നത്. പിന്നെ നെല്ലിക്കാപ്പൊടിയൊക്കെ മുടി വളരാനായിട്ട് നല്ല സംഭവങ്ങളാണ്. ഇതിൻ്റെ വെള്ളം നല്ലപോലെ തിളച്ച് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഇതിനകത്തോട്ട് ആ എണ്ണ ഇപ്പം നല്ലപോലെ ചൂടായി കിടക്കും കേട്ടോ. പനിക്കൂർക്കയുടെ ഇല എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാൻ ഇതിൻ്റെ ഇല അങ്ങ് മുറിച്ചു കേട്ടോ. ഇതുപോലെ ഒരൊറ്റ ഇല മതി. ഇതാണ് പനിക്കൂർക്കയുടെ ഇല. എൻ്റെ തുമ്പ് ഇപ്പം ഞാനിപ്പോൾ ഒന്ന് ഒടിച്ചപ്പോൾ ചെറിയ പീസാക്കി ഇങ്ങനെ എടുത്ത് വെച്ച് ആ ചൂട് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ആ ഇല അതിനകത്ത് കിടന്നങ്ങ് വാടിക്കോളും. എനിക്ക് പനിക്കൂർക്കയുടെ ഇലയുടെ മണം ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവിടെ ഇതിൻ്റെ മണം ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയുണ്ട്, അച്ചുവിന് ഇഷ്ടമല്ല. ഇത്രയേ ഉള്ളൂ സംഭവം. വലിയ പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ ചെയ്ത് നോക്കാമെങ്കിൽ എത്ര നരച്ച മുടിയും ചവിട്ടിന്നേ കറുത്ത് വരും. അപ്പം നമ്മുടെ എണ്ണയുടെ ഇത് കഴിഞ്ഞ് അത് എടുത്ത് വെക്കട്ടെ. കൈ കൊള്ളും, എന്നാലും കുഴപ്പമില്ല, എടുക്കാം. ഇത് കണ്ടോ, ചൂടുണ്ട് പാത്രത്തിന്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമുക്ക് കുറേ ദിവസത്തേക്കുണ്ട് കേട്ടോ. നമ്മുടെ തലയോട്ടിയെ മാത്രമല്ല നമ്മൾ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറേ ദിവസത്തേക്കുണ്ട്. മുടിയെ തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുടിയെ തേച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പനിക്കൂർക്കയില ഉണ്ടല്ലോ, മുടി കറക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മുടി കറക്കാനുള്ള സംഭവം. അപ്പം നമ്മുടെ മുടി കറക്കുന്നതിൻ്റെ എണ്ണയൊക്കെ ഇതൊക്കെയാണ്. ഇതിനകത്ത് ചേർത്തൊക്കെ കണ്ടല്ലോ. ഞാൻ ഒത്തിരി പ്രസംഗിച്ചെന്നോ അല്ലെങ്കിൽ ഒത്തിരി വലിച്ചെടി പറഞ്ഞെന്നോ ഒന്നും പറയില്ല കേട്ടോ. എല്ലാം വിശദീകരിച്ച് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. കാര്യം അല്ലെങ്കിൽ ഇതുമാതിരി ചോദ്യങ്ങളൊക്കെ എനിക്ക് തിരിച്ചു വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചോദ്യങ്ങൾ വരുന്നതിന് മുമ്പ് ഉത്തരങ്ങൾ അങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇനി എന്തെങ്കിലും പറയണേ പറയാം. ഇനി യാതൊരു കുഴപ്പമില്ല. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പറയാം. അപ്പോൾ കണ്ണൻ ഇന്ന് SPCയുടെ യൂണിഫോം കിട്ടിയാണ് സ്കൂളിൽ പോയത്. കാര്യം ഇന്ന് ഇവർക്ക് എക്സാം ആയിരുന്നു SPCയുടെ. അതിൻ്റെ രാവിലെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ഇനി ഇവർക്ക് തന്നെ ഫിസിക്കൽ ടെസ്റ്റോ അങ്ങനെ ആയിട്ടൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. അതും കൂടെ ഉണ്ട്. അതിന് യൂണിഫോം ആണോ അതല്ലാതെ ഇവർക്ക് വേറൊരു വൈറ്റും ബ്ലാക്കും ഉണ്ട്, അതാണ് അവരുടെ യൂണിഫോം എന്നറിയത്തില്ല. എന്നാണെങ്കിലും അതും കൂടെ കഴിഞ്ഞാലേ ഇവർ SPCയുടെ പരിപാടി പൂർത്തീകരിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നല്ല മഴയും കൂടെ അല്ലായിരുന്നു. കിടന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് പന്ത് കളിയോ കാര്യങ്ങളോ ഇടയ്ക്ക് ആയിരുന്നു. അതുകൊണ്ട് യൂണിഫോം മൊത്തം നനച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതെല്ലാം ഊരി എല്ലാം എടുത്ത് ഇനി കഴുകിയൊക്കെ ഇടണം. അപ്പം നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ മറക്കണ്ട കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ബെൽ ബട്ടനും ഓപ്ഷനിൽ അത് ഞെക്കുക. അത് കഴിഞ്ഞ് ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതിലും കൂടെ പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ മാത്രമല്ല, അതിൽ കുറേ ഇത് വരും. അതിൽ ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പോൾ മറക്കണ്ട കേട്ടോ. പറഞ്ഞതൊന്നും ആരും മറന്നേക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്.